إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ താല്പര്യമുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ അവിടുന്ന് ഒരിക്കൽ ഒരു ഉപമ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് മഴക്കാല വർഷത്തിൽ ജീവിക്കുന്ന നമ്മൾ, മഴയാകുന്ന മഹത്തായ അനുഗ്രഹം ദിവസവും രാപ്പകലുടെ നീളം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, ഈ കാലയളവിൽ മഴയോട് ചേർത്ത് മനസ്സിലാക്കേണ്ടുന്ന ചില പാഠങ്ങൾ ഈ ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന മസല മാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം കമസലി ഗൈസിൻ അസാബ അർദ. ഹുദയും സന്മാർഗവും അല്ലാഹുവിന്റെ വഹയിന്റെ വിജ്ഞാനവും എനിക്ക് നൽകിക്കൊണ്ട് എന്നെ നിയോഗിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സന്മാർഗത്തിന്റെയും വഹയിന്റെ വിജ്ഞാനത്തിന്റെയും ഉപമ എന്നാൽ കമസലി ഗൈസിൻ അസാബ അർദ, ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴയെ പോലെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ വിജ്ഞാനങ്ങളും അവിടുത്തെ സന്മാർഗ ദർശനങ്ങളും ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴയെ പോലെയാണ്. ഫകാനത് മിൻഹാ ഖായിഫത്തുൻ ത്വയ്യിബ. എന്നിട്ട് അവിടുന്ന് മഴ പെയ്തിറങ്ങുന്ന ഭൂമിയിലെ വ്യത്യസ്ത തരം ഭൂമികളെ അവിടുന്ന് വർണ്ണിക്കുകയാണ്. മഴ പെയ്തിറങ്ങുന്ന ഭൂമിയിൽ വളക്കൂറുള്ള ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടാകും. ആ ഭൂവിടങ്ങൾ പെയ്തിറങ്ങുന്ന മഴയെ സമ്പൂർണമായി സംഭരിക്കും, സ്വീകരിക്കും. അങ്ങനെ ആ മഴവർഷത്തിലൂടെ ആ ഭൂമിയിൽ നിന്നത് സസ്യലതാദികളും കായ്ക്കനികളും ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ഭൂമികൾ പെയ്തിറങ്ങുന്ന മഴ സമ്പൂർണമായി സംഭരിക്കുകയും അത് സ്വായത്തമാക്കുകയും അതിലൂടെ സർവ്വ സൃഷ്ടികൾക്കും ഉപകാരപ്രദമായ
സസ്യലതാദികളും കായ്ക്കനികളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ ഭൂമി. മഴ പെയ്തിറങ്ങുന്ന ഭൂമികളിൽ മറ്റൊരു തരം ഭൂമികളുണ്ട്. അവ തരിശു ഭൂമികളാണ്. മഴ പെയ്തിറങ്ങുന്നു, ആ മഴയെ അവ സംഭരിച്ചു വെക്കുന്നു, പിടിച്ചു വെക്കുന്നു. ജനങ്ങൾ അതിൽ നിന്ന് ഉപകാരമെടുക്കുന്നു. അല്ലാഹു ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ചെയ്യുന്നു. അവിടെ ചെടികൾ മുളക്കുന്നില്ല, കൃഷി ഉണ്ടാകുന്നില്ല, കായ്ക്കനികൾ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. എന്നിരുന്നാലും ആ ഭൂമി വെള്ളത്തെ സംഭരിച്ചു വെക്കുന്നു. ആ വെള്ളം ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ജനങ്ങൾ അതിൽ നിന്ന് കുടിക്കുന്നു. അവർ അതിൽ നിന്ന് നനയ്ക്കാനും കന്നുകാലികളെ കുടിപ്പിക്കാനും അത് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ചില ഭൂമി. മറ്റൊരു തരം ഭൂമി. എന്താണ് ആ ഭൂമിയുടെ പ്രത്യേകത? അത് മൊട്ടക്കുന്നിന് സമാനമായ പാറകൾ കൊണ്ട് നിർമ്മിതമായ ഭൂമി. മണ്ണില്ല അവിടെ. പെയ്തിറങ്ങിയ മഴയെ പിടിച്ചു വെക്കാനുള്ള സംഭരണ ശേഷിയില്ല. പാറയ്ക്ക് സമാനമായ മൊട്ടക്കുന്നുകൾ. അവിടെ പെയ്യുന്ന മഴ അതിലൂടെ ഒലിച്ചു പോകുന്നു എന്നതല്ലാതെ വെള്ളം സംഭരിക്കപ്പെടുകയോ ചെടികൾ മുളക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെ ചില മണ്ണും ഭൂമിയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, فذلك مثل من فقه في دين الله ونفعه بما بعثني الله به فعلم وعلمه ومثل من لم يرفع بذلك رأسا ولم يقبل هدى الله الذي أرسلت به. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപമ പറഞ്ഞത് അല്ലാഹുവിന്റെ ദീനിന്റെ വഹീന്റെ വിജ്ഞാനങ്ങൾ അത് സ്വായത്തമാക്കുകയും അതിന് അവഗാഹം നേടുകയും അത് പഠിക്കുകയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരുടെയും അല്ലാഹുവിന്റെ ദീനിന്റെ അറിവോ വിജ്ഞാനമോ അത് നുകരാതെ, അതന്വേഷിക്കാതെ, അതിലേക്കൊരു എത്തിനോട്ടം പോലും കാഴ്ചവെക്കാതെ പാടെ അതിനവഗണിച്ച അല്ലാഹുവിന്റെ റസൂലിനെ മഴയായി ജീവജലമായി അവതരിപ്പിക്കപ്പെട്ട വഹീന്റെ പാനജലത്തെ അവഗണിച്ചു കളഞ്ഞ ഹിദായത്ത് ലഭിക്കാത്തവരുടെയും ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിശദീകരിച്ചു. അതിനാണ് അവിടുന്ന് ഈ ഉപമ പറഞ്ഞത്. സഹോദരങ്ങളെ, മഴക്കാലത്തെ മുൻനിർത്തി, മഴയെ മുൻനിർത്തി, മഴയാകുന്ന പ്രത്യക്ഷത്തിലുള്ള അനുഗ്രഹം ഭൂമിയിൽ നമുക്ക് ചുറ്റും പെയ്തിറങ്ങിയിട്ടും നമ്മുടെ ഹൃദയത്തിൽ പെയ്തിറങ്ങേണ്ടുന്ന മഴയുണ്ട്. ഹൃദയത്തിന്റെ ജീവജലമാകുന്ന വഹീന്റെ പാനജലമുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ അത് പെയ്തിറങ്ങിയിട്ടുണ്ടോ? പെയ്തുവെങ്കിൽ അത് മുഖേന നമ്മുടെ ഹൃദയങ്ങളിൽ ഫലഭൂയിഷ്ടമായ കാഴ്ചകൾ നട്ടുപിടിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അതീമാനായി, ഇസ്ലാമായി, തഖ്വയായി, തൗഹീദായി, സുന്നത്തായി, അല്ലാഹുവിനോടുള്ള ഭയമായി, പ്രതീക്ഷയായി, അതിനത്തെ സ്നേഹമായി, സ്വർഗത്തിനു വേണ്ടിയുള്ള അധ്വാനമായി, അഭിവാഞ്ഛയായി, ആഗ്രഹമായി, അഭിലാഷമായി, മോഹമായി പരലോകത്തേക്ക് നീട്ടിവെക്കാൻ സാധിച്ചിട്ടുണ്ടോ? ധാരാളം പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന മഹത്തായ ഒരു ഹദീസാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി നൽകിയ അവിടുത്തെ സന്മാർഗ്ഗദർശനം, ഹുദ, അവിടുത്തെ ദീനിന്റെ വിജ്ഞാനങ്ങൾ, അവിടുന്ന് കാഴ്ചവെച്ച ദീനിന്റെ വിജ്ഞാനങ്ങൾ, അതിനെ അല്ലാഹു ഉപമിച്ചത് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന മഴയോടാണ്. മഴ പോലെയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ മഴ പെയ്തിറങ്ങുന്ന ഫലഭൂയിഷ്ടമായ മണ്ണുള്ള തരിശു ഭൂമികളാകുന്ന ഒരു ഉപകാരവും ആ മഴയിലൂടെ ലഭിക്കാത്ത പാറക്കുന്നുകളെ പോലെയുള്ള ഭൂമിയിടങ്ങളെ ശരിക്കും ആ വഹി പെയ്തിറങ്ങേണ്ടുന്ന മാനവരുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചു. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ മണ്ണും ഭൂമിയും ഉള്ളതുപോലെ വ്യത്യസ്ത തരക്കാരായ ഹൃദയങ്ങളുള്ളവരുണ്ടാകും. തരിശു ഭൂമികൾക്ക് സമാനമായ ഹൃദയങ്ങളുള്ളവർ, മുട്ടക്കുന്നുകൾക്ക് പോലെ സമാനമായ ഹൃദയങ്ങളുള്ളവർ, നിർജീവമായ ഹൃദയങ്ങളുള്ളവർ, പാറക്കല്ലിന് സമാനമായ ഹൃദയങ്ങളുള്ളവർ, ഒന്നും സ്വാധീനം ചെലുത്താത്ത നിർജീവമായ ഹൃദയങ്ങളുള്ളവർ, അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങളിലേക്ക്
വ്യഗ്രതയോടെ താല്പര്യപൂർവ്വം ഓടിയെത്തുന്ന, അത് സ്വായത്തമാക്കുന്ന, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ആഗ്രഹം ജനിക്കുന്ന ഹൃദയങ്ങളുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വരണ്ടിണങ്ങിയ ഭൂമി നമുക്കറിയാം, അതൊരു മഴക്കാലത്ത് എത്രമേൽ ആഗ്രഹിക്കും. അതൊരു പ്രാപഞ്ചികമായ സത്യമാണ്. വറ്റിവരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ചെടികളും സസ്യലതാദികളും ഇല്ലാത്ത പച്ചപ്പന്യമായ വരണ്ട ഭൂമിയെ കാണുമ്പോൾ ദാഹാർത്ഥമായത് മഴയെ ആഗ്രഹിക്കുന്നതായി ബുദ്ധിയുള്ള മനുഷ്യനെ ചിന്തിക്കാൻ സാധിക്കും. ഇതുപോലെയാണ് വരണ്ട ഭൂമി മഴ പെയ്യുന്നതിനോട് എത്രത്തോളം ആഗ്രഹം പ്രകടിപ്പിക്കുന്നുവോ അതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയങ്ങൾ, അതിന് ജീവൻ ലഭിക്കുന്ന അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ. അതിനോടവ ദാഹാർത്ഥമായിരിക്കണം. അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ ഹൃദയത്തിൽ സ്വരുക്കൂട്ടാൻ അതാഗ്രഹിക്കുന്ന മനസ്സെങ്കിലുമില്ലെങ്കിൽ നമ്മുടെ ഹൃദയം നിർജീവമാണ്, വറ്റി വരേണ്ട ഭൂമിയെപ്പോലെ. അല്ലാഹുവിന്റെ ദീനിന്റെ അറിവുകൾ നേടാൻ നമ്മുടെ ഹൃദയം കൊതിക്കുന്നില്ലെങ്കിൽ, ദാഹാർത്ഥമല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ദാരിദ്ര്യത്തിലാണ്, ക്ഷാമത്തിലാണ്, പട്ടിണിയിലാണ്, ദുരിതത്തിലാണ്. സഹോദരങ്ങളെ, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഹുസൂലുൽ ഇൽമി ഫിൽ ഖൽബ് കഹുസൂലുൽ തആമി ഫിൽ ജിസ്ം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾക്കുള്ള പ്രസക്തി എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ ഭക്ഷണത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ടോ, അവന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന്, ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് ഭക്ഷണപാനീയങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം മനുഷ്യന്റെ ഹൃദയത്തിന് അല്ലാഹുവിന്റെ ദീനിന്റെ അറിവുകൾക്ക് പ്രസക്തിയുണ്ട്, ഗൗരവമുണ്ട്, പ്രാധാന്യമുണ്ട്. ഭക്ഷണവും പാനീയങ്ങളും ശരീരം ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു, നുകരുന്നു, രുചിക്കുന്നു. അപ്രകാരം ശരീരം വെള്ളവും ഭക്ഷണവും ആസ്വദിക്കുന്നത് പോലെ, രുചിച്ചറിയുന്നത് പോലെ കേടുവരാത്ത ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ അതാസ്വദിക്കുകയും ഭക്ഷണവും പാനീയവുമായി നുകരുകയും ചെയ്യണം. ഇത് സാധിക്കാത്തവരുടെ ഹൃദയം എത്ര നീചമായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര മോശമായിരിക്കും. ഭക്ഷണത്തിന്, വെള്ളത്തിന് ദാഹിച്ച് വലഞ്ഞൊരു മനുഷ്യൻ വെള്ളത്തിന് ദാഹാർത്തനാകുന്നത് പോലെ, വിഷം വലഞ്ഞൊരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ ആസ്തി കൊണ്ടുന്നത് പോലെ ഹൃദയത്തിനകത്തേക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം ഒഴുകിയെത്താൻ, പകർന്നെടുക്കാൻ ആഗ്രഹം പോലും ജനിക്കാത്ത, അതിന്റെ മുള പോലും പൊട്ടാത്തവർ അവരുടെ ഹൃദയം നിർജീവമായിരിക്കും. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തെയും വഹീന്റെ വിജ്ഞാനങ്ങളെയും മഴയോട് ഉപമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഓദിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ആ ഉപമ അറിയിച്ചു തരാനുള്ള കാരണം മഴയും വിജ്ഞാനവും ഇത് രണ്ടുമാണ് ഒരു മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആധാരം. അവന്റെ ജീവനും ആരോഗ്യവും സ്വസ്ഥതയും സമാധാനവും അവനുള്ള ശമനവും അവന്റെ ഹൃദയത്തിന് കുളിർത്തന്നലും വസന്തവും പ്രകാശവും വെളിച്ചവും എല്ലാം പകരുന്നത് മഴയിലൂടെയും ബാഹ്യമായി പ്രകൃതിപരമായി നോക്കിയാൽ മഴ അതിനാധാരമാണ്. ആത്മീയമായി നോക്കിയാൽ, ആന്തരികമായി നോക്കിയാൽ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ അതിന്റെ അടിത്തറയാണ്. സഹോദരങ്ങളെ, മഴ പെയ്തിറങ്ങുന്ന ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളോട് ഉപമിച്ചുവെങ്കിൽ, വ്യത്യസ്തങ്ങളായ ഭൂമിയിൽ മഴ പെയ്തിറങ്ങുമ്പോൾ അതിന്റെ സ്വാധീനവും അടയാളവും ഉണ്ടാകുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിജ്ഞാനങ്ങൾ, വഹീന്റെ പ്രകാശം, അറിവ് അത് പകർന്നെടുക്കുന്ന ഹൃദയങ്ങളിൽ അതിന്റെ സ്വാധീനമുണ്ടാവും. അവരുടെ ജീവിതത്തിൽ അത് പ്രകടമാകും. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും അതിൽ സ്വാധീനമുണ്ടാകും. അവരുടെ ജീവിതം ആഹ്ലാദപൂർവ്വം മാറും. ഇതാണ് അതിന്റെ മറ്റൊരു രഹസ്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപമയിലൂടെ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളിൽ രണ്ടെണ്ണം ഇതാണ്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്തിറങ്ങുന്ന വ്യത്യസ്ത ഭൂമികളെ തരംതിരിച്ചുപമിച്ചു. അതിൽ ഒന്നാമത്തെ ഭൂമി ആ മഴയെ പൂർണ്ണമായി സംഭരിച്ചു വെക്കുന്ന, അത് സ്വായത്തമാക്കുന്ന, ചെടികളും കൃഷിയും സസ്യലതാദികളും ഉത്പാദിപ്പിക്കുന്ന ഭൂമി മണ്ണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം ആഗ്രഹത്തോടെ നുകരുന്ന,
അത് സാധിക്കുന്നത്ര മനഃപാഠമാക്കുന്ന, അതിന്റെ ആശയ പ്രപഞ്ചത്തിലൂടെ ജീവനം ഒഴിഞ്ഞു വെക്കുന്ന, അത് പഠിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, അതിലെ വിധിവിലക്കുകളും സാരോപദേശങ്ങളും മാലോകർക്ക് പകർന്നു കൊടുക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ ഉലമാക്കൾ, അഇമ്മത്തുകൾ, അവരാണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. അഹ്ലുൽ റിവായത്തി വദ്ദിറായ അൽ ഉലമാഉർ റബ്ബാനിയൂൻ. എക്കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് ശേഷം നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി സമൂഹത്തിൽ മനുഷ്യർ കേടുവരുത്തിയ ദീനിനെ പരിഷ്കരിക്കുന്ന മുജദ്ദിദുകളായി അല്ലാഹു വാർത്തെടുത്ത അമ്പിയാക്കളുടെ അനന്തരവന്മാർ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അവരാണവർ. അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ, വഹീന്റെ പ്രകാശങ്ങൾ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും തത്വജ്ഞാനങ്ങൾ അത് പകർന്നെടുത്ത് മുസ്ലിം ഉമ്മത്തിന് അത് പകർന്നു കൊടുത്ത് അവരെ നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കുന്ന സ്വാത്വികന്മാരായ പണ്ഡിതന്മാർ, അവരാണ് ഇതിൽ പറയപ്പെട്ട ഒന്നാമത്തെ ഭൂമിയുടെ ഉപമയർഹിക്കുന്നവർ. ദീൻ പകർന്നെടുത്ത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവർ. ഫലഭൂയിഷ്ടമായ മണ്ണിൽ മഴ പെയ്ത് അത് കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ സമാനമായ മണ്ണിനൊത്ത ഹൃദയമുള്ളവർ. സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം അൽഖിസ്മുദ്ദാനി, അല്ലാഹുവിന്റെ ദീൻ, അതിലെ വിജ്ഞാനങ്ങൾ ആഴത്തിൽ അവർ പഠിച്ചിട്ടില്ലെങ്കിലും ഖുർആൻ അവർക്ക് കൃത്യമായി പാരായണം ചെയ്യാൻ അറിയാം. ഖുർആൻ മനഃപാഠമുണ്ടായിരിക്കും. ദീനിന്റെ ഭാഷാ നിയമങ്ങൾ അവർക്കറിയാം. ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ അറിയുന്നത് പോലെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ പ്രത്യക്ഷാർത്ഥത്തിൽ അവർ നിലകൊള്ളും. പക്ഷെ ആഴത്തിൽ ആദ്യം പറഞ്ഞ മഹാപണ്ഡിതന്മാരോളം അറിവിന്റെ ആഴക്കയങ്ങളിലേക്ക് അവർ എത്തിയിട്ടില്ല. അവർ മനഃപാഠമാക്കുന്നതിലും അതാളുകൾക്ക് അതിന്റെ പ്രത്യക്ഷ രൂപം പകർന്നു കൊടുക്കുന്നതിലും ഉപകാരം ചെയ്തവരായിരിക്കും. പക്ഷേ അതിൽ നിന്ന് ദീനിന്റെ വിധിവിലക്കുകളും ആഴത്തിലുള്ള വിജ്ഞാനങ്ങളും സംഭരിക്കുകയും അത് ഗ്രന്ഥമായും പ്രബോധന ദൗത്യമായും വ്യാപകമായി ഏറ്റെടുക്കുന്നവരായിരിക്കില്ല. ആദ്യം പറഞ്ഞ കൂട്ടരേക്കാൾ താഴെ നിൽക്കുന്നവർ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നേരത്തെ പറഞ്ഞത് യോഗ്യരായ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് വിദ്യാർത്ഥികളെ കുറിച്ച്, അവരിൽ നിന്ന് ദീൻ പകർന്നെടുക്കുന്നവരെ കുറിച്ച്. അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോളം പണ്ഡിത കേസരികളോളം വളർന്നിട്ടില്ല. ഇങ്ങനെ ദീനിന്റെ പ്രത്യക്ഷ വിജ്ഞാനങ്ങളുടെ മേഖലയിൽ ജീവിതം അല്പം മാറ്റിവെച്ചവർ, ഹിഫ്ദിലും മനഃപാഠത്തിലും സമയം കണ്ടെത്തുന്നവർ, ഇവരാണ് രണ്ടാമത്തെ വിഭാഗം. അതാണ് പറഞ്ഞത്, ചെടികൾ ആ ഭൂമിയിൽ മുളക്കുന്നില്ല, പക്ഷേ അവർ വെള്ളം സംഭരിച്ചു വെക്കുന്നു. മനുഷ്യർ ആവശ്യമുള്ളവർ അവരെടുത്തു നിന്ന് പോയി ഉപകാരമെടുക്കുന്നു. ആദ്യം പറഞ്ഞ കൂട്ടവർ, അവർ മാലോകർക്ക് മുഴുവൻ കൃഷിയും കായ്ക്കറികളുമായി പകർന്നു കൊടുക്കുന്ന വിജ്ഞാനങ്ങൾ അവർ ഒഴുക്കി കൊടുക്കുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപമയിൽ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം ആളുകൾ. ആദ്യം പറഞ്ഞ രണ്ടു വിഭാഗം അവരാണ് സൗഭാഗ്യം സിദ്ധിച്ചവർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠർ, അല്ലാഹു ഖൈറുള്ളവരെന്ന് വിശേഷിപ്പിച്ചവർ, നന്മയുള്ളവരെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചവർ, ഈ ഭൂലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായവർ. ആദ്യം പറഞ്ഞവരും പിന്നെ അവർക്ക് ശേഷം വന്നവരുമാണ്. ഒന്നുകിൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ പഠിതാക്കൾ. ഈ രണ്ടാളുടെ കൂട്ടത്തിലാകണം നമ്മൾ പരിശോധിക്കുക. എന്നാൽ മൂന്നാമത്തെ വിഭാഗം ആരാണ്? മൂന്നാമത്തെ വിഭാഗം الذين لا نصيب لهم منه لا حفظا ولا فهما ولا رواية ولا دراية وهي كيعان لا تنبت ولا تمسك الماء. മുട്ടക്കുന്നുകൾക്ക് മുകളിൽ, പാറകൾക്ക് മുകളിൽ മഴ പെയ്തിറങ്ങിയാൽ അവിടെ വെള്ളം സംഭരിക്കപ്പെടുകയോ ചെടികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയോ ചെയ്യാത്തതുപോലെ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനമോ അതിന്റെ പ്രമാണങ്ങളോ ഖുർആനോ സുന്നത്തോ ഉപദേശങ്ങളോ ഉൾക്കാഴ്ചകളോ ഒന്നുമില്ലാത്ത നിർജീവമായ പാറക്കല്ലുകൾ പോലെ മരവിച്ചുപോയ ഹൃദയങ്ങളുള്ളവർ, അവരാണ് ഏറ്റവും ഭാഗ്യം കെട്ടവർ. അല്ല, അവരാണ് ഭൂലോകത്തെ ഏറ്റവും നിർഭാഗ്യവാന്മാർ. അല്ല, അവരാണ് മൃഗങ്ങൾക്ക് സമാനമായവർ. അതുമല്ല, മൃഗങ്ങളെക്കാൾ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവർ. അല്ല, നരകത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചവർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ കലാമിലൂടെ അവർ ഓർമ്മപ്പെടുത്തുന്ന താക്കീതുകൾക്ക് നിങ്ങൾ സൂറത്ത് അറാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ധാരാളം പേരെ നരകത്തിനു വേണ്ടി നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ നരകത്തിന് അർഹരായിരിക്കും.
അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിലപാടുകൊണ്ടും നരകം വിലക്കുവാനുള്ളവരായിരിക്കും അവർ. ഉത്ബോധനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തവർ, ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാത്തവർ, ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്താത്തവർ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം പകർന്നെടുക്കാത്തവർ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫഖൂന ബിഹാ. അള്ളാഹു അവരെക്കുറിച്ച് പറയുന്നു, എന്തുകൊണ്ടാണ് അവർ നരകത്തിന് അർഹരായത്? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫഖൂന ബിഹാ, ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹുവില്ല, അല്ലാഹുവിന്റെ റസൂലില്ല, അവന്റെ ദീനില്ല, വഹീന്റെ വിജ്ഞാനമില്ല, പരലോകമില്ല, സ്വർഗ്ഗനരകങ്ങളില്ല, വിചാരണയില്ല, മഹ്ശറില്ല. അവന്റെ കൽബിൽ മുഴുവൻ ദുനിയാവാണ്, ദുനിയാവിന്റെ സ്വരോപതയാണ്, ദുനിയാവിലെ ശക്തരാണ്, സെലിബ്രിറ്റികളാണ്, കായിക താരങ്ങളാണ്, സിനിമാ അഭിനേതാക്കളാണ്, അല്ലാഹു ധിക്കരിച്ച് ദുനിയാവിന്റെ പ്രമത്തതയിൽ വിഹരിക്കുന്ന സ്വാമിവാസികളാണ്, ധിക്കാരികളാണ്. ഹൃദയത്തിൽ ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ വഹീന്റെ പ്രകാശം കൊണ്ട് ഉൾക്കാഴ്ച ശ്രദ്ധിക്കാത്ത, ഹൃദയത്തിൽ പ്രകാശം കെട്ടുപോയവർ ലാ യഫഖൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടവർ കാണുന്നില്ല. ഭൂമിയിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്, ആകാശത്തിലുണ്ട്, സസ്യജാതികളിലുണ്ട്, രാവിലുണ്ട്, പകലിലുണ്ട്, സൂര്യനിലുണ്ട്, ചന്ദ്രനിലുണ്ട്, അഭിയാംഭൂതിക്കും നിന്റെ ശരീരത്തിലുണ്ട്. സ്വന്തം ശരീരത്തിൽ നിന്റെ രോമകൂപങ്ങൾക്കിടയിൽ നിന്റെ ഓരോ ഇഞ്ചിലും നിന്റെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു നിക്ഷേപിച്ച ദൃഷ്ടാന്തങ്ങളുണ്ട്, ഉണ്ട്. കണ്ണുകളുണ്ടവർക്ക്, കാണേണ്ടതവർ കാണുന്നില്ല. സ്വന്തം ശരീരത്തിൽ ആയാത്തുകൾ പോലും. വലഹും ആദാനും ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, കാതുകൾ കൊണ്ട് കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല, കേൾക്കുന്നുള്ളവർ താനും കേൾക്കുന്നു. സംഗീതത്തിന്റെ മാസ്മരികതയിൽ അവർ ആറാടുന്നു. തമാശകൾ, കാതുകൾ, അതുകൊണ്ട് പൊടിപ്പും തൊങ്ങലും ചാർത്തിയ വൃത്തികേടുകൾ സോഷ്യൽ മീഡിയയിലൂടെ അവർ കേൾക്കുന്നു. അന്യ സ്ത്രീയുടെ ശൃംഗാരങ്ങൾ അവർ കേൾക്കുന്നു. ഹറാമായ വർത്തമാനങ്ങൾ അവർ കേൾക്കുന്നു. സിനിമയുടെയും സംഗീതത്തിന്റെയും പൈശാചികളെയും അവൻ കാതുകൂർപ്പിച്ചു വെക്കുന്നു. അവന്റെ ഹൃദയങ്ങളിൽ പൈശാചിക ഗീതങ്ങൾ സ്ഥാനം പിടിക്കുന്നു. കാതുകളിലൂടെ അവന്റെ ഉറക്കവും മൂടും ചിന്തയുമില്ല ഈ വൃത്തികെട്ട, നിഷിദ്ധമാക്കപ്പെട്ട, ദീനനന്യമായ കേൾവികളാണ്. പക്ഷെ കേൾക്കേണ്ടത് അവൻ കേൾക്കുന്നില്ല. ഖുർആനും കേൾക്കുന്നില്ല, ഹദീസിന്റെ അധ്യാപനങ്ങൾ അവൻ കേൾക്കുന്നില്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ഉപദേശങ്ങൾ അവൻ കേൾക്കുന്നില്ല, അവന്റെ ആഹ്ലത്തിന് വേണ്ടിയുള്ള സാരോപദേശങ്ങൾക്ക് അവൻ ചെവി കൊടുക്കുന്നില്ല. കേൾക്കേണ്ടത് അവൻ കേൾക്കുന്നില്ല. ലാ യസ്മഊന ബിഹാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ കുറിച്ച് പറയുന്നു, ഉലൈക കൽഅൻആം, അവർ മൃഗതുല്യരാണ്, നാൽക്കാലികൾക്ക് സമാനർ. ചിന്തയില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത, വസ്ത്രമൊടുക്കാത്ത, നഗ്നബാധുവരായ, പരസ്യമായി ഭോജിക്കുന്ന നാൽക്കാലികൾക്ക് സമാനമാണവർ. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി ബൽഹും അളൽ, നാൽക്കാലികളേക്കാൾ പിഴച്ചുപോയ അധപ്പതിച്ചവരാണ് ഈ വർഗം. കൽബുകൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത, കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്ത, ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത, കേൾവി കൊണ്ട്, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത ഈ മനുഷ്യർ നാൽക്കാലികളേക്കാൾ അധപ്പതിച്ചവരാണ്. കാരണം നാൽക്കാലികൾ അവർ കേൾപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്, അവരവരുടെ ഉടമസ്ഥനെ അനുസരിക്കുന്നുണ്ട്. അവർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അവർക്കറിയാം, അവർക്ക് ഉപകാരമുള്ളവ പ്രവർത്തിക്കും. അത്രപോലും വിവേകമില്ലാത്ത, കൽബും കണ്ണും കാതും നിർജീവമായ മനുഷ്യർ, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരാണ് അശ്രദ്ധയിൽ ആണ്ടുപോയ നരകത്തിന് അർഹതയുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ, സുരക്ഷിതമാക്കുമാറാകട്ടെ. ഇവരാണ് ഈ ഹദീസിന്റെ ഉപമയിൽ പറഞ്ഞ പാറക്കല്ലുകൾക്ക് മുകളിൽ, മുട്ടക്കുന്നുകൾക്ക് മുകളിൽ മഴ പെയ്തിറങ്ങിയാൽ ഒരു സ്വാധീനവും ചെലുത്തപ്പെടാത്ത നിർജീവമായ ഭൂമിക്ക് സമാനമായ ഹൃദയമുള്ള സൃഷ്ടികളിൽ ഏറ്റവും വൃത്തികെട്ടവർ, നീചർ, അധപ്പതിച്ചവർ, മൃഗങ്ങളെക്കാൾ മോശമായവർ, നരകത്തിന്റെ വിറകായി തീരുന്നവർ. അഅദനല്ലാഹു വഇയ്യാകും മിൻ ഹാദിഹിൽ ഫിത്ന. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد.
فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മഴയെ മുൻനിർത്തി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച ഈ മഹത്തായ ഹദീസിന്റെ വെളിച്ചത്തിൽ 3 വിഭാഗം ആളുകളാണുള്ളത് മനുഷ്യരിൽ. ഒന്നാമത്തെ വിഭാഗം മാനവരെ പടച്ച, സകല ചരാചരങ്ങളെയും പടച്ച, മനുഷ്യനെയും ജിന്നിനെയും പടച്ച അവരുടെ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നന്മയും തിന്മയും സത്യവും അസത്യവും ഗുണവും ദോഷവും വിശദീകരിക്കുന്ന വഹീന്റെ പ്രകാശം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമ്മെ അറിയിച്ച ഈ ദീനിന്റെ മഹത്തായ വിജ്ഞാനങ്ങൾ അത് പകർന്നെടുത്ത് അതിന്റെ ആശയ പ്രപഞ്ചത്തിൽ, അതിന്റെ വറ്റാത്ത മഹാസാഗരത്തിൽ ജീവിതം ത്യാഗാർപ്പണം ചെയ്ത് മുസ്ലിം ഉമ്മത്തിന് അത് പകർന്നു കൊടുത്ത് അതിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ ഒരു വിഭാഗം അവരാണ്. രണ്ടാമത്തെ വിഭാഗം അവരുടെ പദവിയിലേക്ക് എത്താൻ, അവരിൽ നിന്ന് അവർ സംഭരിച്ച ദീനിന്റെ അറിവുകൾ പകർന്നെടുക്കാൻ ആഗ്രഹം ജനിക്കുന്നവർ, അവരിൽ നിന്ന് പഠിക്കുന്നവർ, അതല്ലെങ്കിൽ അവരോളം എത്താതെ ദീനിന്റെ ഖുർആനിന്റെ മനപ്പാഠങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ആളുകൾ, അതിന്റെ ആശയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങാതെയെങ്കിൽ ഇങ്ങനെയുള്ള വിഭാഗം അവരാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രൂപത്തിൽ ദുനിയാവിൽ നാൽക്കാലികളെക്കാൾ അധപ്പതിച്ച് തോന്നിവാസികളായി ജീവിക്കുന്നവർ. ഒന്നുകിൽ ദീൻ പഠിക്കുന്നവർ, അത് പഠിപ്പിച്ചു കൊടുക്കുന്നവർ, അതല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ആഴത്തിൽ അറിവില്ലാത്ത, അത്രമേൽ ഉയരാത്ത പഠിതാക്കൾ, അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്ത തോന്നിവാസികൾ. ഈ 3 വിഭാഗത്തിൽ ഏതിലാണ് നാം? ഞാൻ നിങ്ങളും ഓരോരുത്തരും നമ്മോട് ചോദിക്കുക. ദീൻ പഠിച്ച പണ്ഡിതന്മാരാണോ നാം? അതല്ലെങ്കിൽ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കളാണോ നാം? അതല്ലെങ്കിൽ ഇതൊന്നും ബാധിക്കാത്ത നിർജീവമായ ഹൃദയമുള്ള മുട്ടക്കുന്നുകൾക്ക് പോലും പാറക്കല്ലുകൾക്ക് പോലും സമാനമായ നീചരായ സൃഷ്ടികളിൽ വൃത്തികെട്ടവരായ നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവരാണോ നാം? എന്താണ് നമ്മുടെ അവസ്ഥ? ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മഴക്കാലത്ത് നമ്മുടെ കൽബിനെ മതിക്കേണ്ടുന്ന മഹത്തായ ചോദ്യമാണിത്, ചിന്തയാണിത്. ഓരോ മഴത്തുള്ളിയും ഭൂമിയിൽ പെയ്തിറങ്ങുമ്പോൾ, നിർജീവമായ ഭൂമിക്കത് ജീവൻ പകരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന് ജീവൻ പകരേണ്ടുന്ന ആയത്തുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ കലാം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്, ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്, അതിന്റെ പരിഭാഷയുണ്ട്, അതിന്റെ വിശദീകരണമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഓതന്റിക്കായി ആധികാരികമായി സ്ഥിരപ്പെട്ട ഹദീസുകളുണ്ട്. എന്തു നാം പഠിച്ചു? എത്ര ആയത്തുകൾ അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് നമുക്ക് അർത്ഥം പറയുന്നതായിട്ടുണ്ട്. നമുക്ക് മനഃപ്പാഠമുള്ള ചെറുപ്പത്തിലെ നമ്മൾ ചൊല്ലിപ്പഠിച്ച സൂറത്തുകളിൽ എത്ര സൂറത്തുകളുടെ അർത്ഥം നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആയിരക്കണക്കിന് ഹദീസുകളിൽ എത്ര ഹദീസുകളുടെ വിജ്ഞാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സൗകര്യങ്ങളുണ്ട്, ഈ മസ്ജിദിലുണ്ട്, പരിസര പ്രദേശങ്ങളിലുണ്ട്, നമ്മുടെ വിരൽത്തുമ്പുകളിലുണ്ട്. എത്രയാണ് നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ദിനേന അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ, കേൾക്കാൻ, അറിയാൻ നമ്മൾ എത്ര സമയമാണ് മാറ്റിവെക്കുന്നത്? എന്താണ് നമ്മൾ അതിനു വേണ്ടി സഹിച്ചത്, ക്ഷണിച്ചത്? എന്തു ത്യാഗമാണ് നമ്മൾ അതിനു വേണ്ടി സമർപ്പിച്ചത്? സഹോദരങ്ങളെ, ഇതൊന്നുമില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ആയത്ത് കൽപ്പിച്ചത് അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഉപമകളിലൂടെ നമ്മൾ സംസാരിച്ചില്ലേ? സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സ്ഥിരപ്പെട്ട അനിഷേധ്യമായ ഹദീസിലൂടെ എന്തേ നമുക്ക് മാറാൻ, പഠിക്കാൻ, ചിന്തിക്കാൻ, ഉത്ഭുതരാകാൻ, അല്ലാഹുവിന്റെ പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ ഇനിയും എന്താണ് നമുക്ക് തടസ്സം? നശിക്കുന്ന ദുനിയാവിന് വേണ്ടി എത്ര സമയം നാം ചെലവഴിക്കുന്നു, എത്ര നമ്മൾ അധ്വാനിക്കുന്നു, എത്ര ചിന്തിക്കുന്നു, എത്ര ചർച്ച ചെയ്യുന്നു, എത്ര യാത്ര ചെയ്യുന്നു, എത്ര വിയർപ്പുറക്കുന്നു, എത്ര അധ്വാനിക്കുന്നു പരലോകത്തിന് വേണ്ടി, നശിക്കാത്ത സുഖിക്കുന്ന സ്വർഗത്തിന് വേണ്ടി. എന്താണ് നമ്മൾ തിരക്കേണ്ടത്? എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് നമ്മൾ അറിഞ്ഞത്? എങ്ങാനും കേട്ടുപോയാൽ പോലും കാതിനെ തിരിച്ചു വെക്കുന്ന, മനസ്സിലടച്ചിടുന്ന പ്രകൃതമാണ് നമുക്കുള്ളത്. അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ വെള്ളിയാഴ്ചകളിൽ ജുമുഅ ഖുതുബയായി മിമ്പറിൽ നിന്ന് കേൾക്കാൻ ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ആഴ്ചയിൽ ദിവസം സമയത്തിന് ഞാൻ എത്തട്ടെ എന്ന നിഷ്കർഷതയും ദാർഢ്യവും തന്റെ ഇടവും നട്ടലും പുരുഷന്മാരെ നമുക്കില്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി നമ്മൾ എത്ര യൂട്ടിലൈസ് ചെയ്യുന്നു, ദുനിയാവിന് വേണ്ടി നമ്മൾ എത്ര ചെലവഴിക്കുന്നു? ഗൗരവത്തിൽ പറയേണ്ട സഹോദരങ്ങളെ, ഇനിയും
നമ്മുടെ ഹൃദയത്തിൽ ഇത് ജീവനായില്ലെങ്കിൽ, റൂഹായില്ലെങ്കിൽ, മഴയായില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭക്ഷണം, നമ്മുടെ ഹൃദയത്തിന്റെ പോഷണം, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യമാണ് നമ്മൾ നശിപ്പിക്കുന്നത്. സ്വയം പട്ടിണിക്ക് കിടന്ന് ആത്മഹത്യ ചെയ്യുന്നവരെ പോലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്നാസു മുഹ്താജൂന ഇലൽ ഇൽമി അക്സറു മിൻ ഹാജതിഹിം ഇല ത്വആമി വശറാബ്. മനുഷ്യർ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിജ്ഞാനങ്ങൾ, അതിലേക്ക് ആവശ്യക്കാരാണ്. എത്രത്തോളം ആവശ്യക്കാരാണ്? മിൻ ഹാജതിഹിം ഇല ത്വആമി വശറാബ്. ദിവസം അവർ കുടിക്കുന്ന കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളേക്കാൾ അവർ ആവശ്യക്കാരാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ചിലപ്പോൾ ആധുനിക തലമുറയിലെ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾക്ക് ദഹിക്കാതെ പോകുന്ന ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മഹത്തായ വാചകം, ചരിത്രത്തിൽ തങ്കലിപികളാൽ കൊത്തി വരക്കപ്പെട്ട വാചകം, لأن الطعام والشراب يحتاج إليه في اليوم مرة أو مرتين أو 3 مرات. ഒരു ദിവസം ഒരു മനുഷ്യന് ഭക്ഷണപാനീയങ്ങൾ 1, 2, 3 തവണ, അതല്ലെങ്കിൽ ആധുനിക തലമുറയുടെ ഭക്ഷണ സംസ്കാരം പരിഗണിക്കുകയാണെങ്കിൽ അതിലേറെ തവണ, മൃഷ്ടാന്ന ഭോജനത്തിന്റെ സംസ്കാരം നമ്മൾ പരിഗണിക്കുകയാണെങ്കിലും അതിലേറെ തവണ ഭക്ഷണം എത്രമേ നമുക്ക് ആവശ്യമുണ്ട്, എത്ര നേരം, എത്ര ടൈം. എന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം നിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണത്തിന് സമാനമാണ് നിനക്കതിന്റെ ആവശ്യകത. നീ എങ്ങനെ ശ്വസിക്കണം, നീ എങ്ങനെ ശ്വാസം പുറത്തുവിടണം, നീ എങ്ങനെ നടക്കണം, നീ എങ്ങനെ ഇരിക്കണം, നീ എങ്ങനെ ചിരിക്കണം, നീ എങ്ങനെ മിണ്ടണം, മിണ്ടാതിരിക്കണം. എന്താണ് ദീനിൽ നമുക്ക് വിജ്ഞാനമായി, അറിവായി, പാഠമായി, പ്രവർത്തനമായി ഇല്ലാത്തത്? പല ആളുകളെയും ചിന്ത, നമ്മളിനി അറിയാത്തത്, നമ്മൾ മുൻപ് പഠിക്കാത്തത്, നമ്മൾ മനസ്സിലാക്കാത്തത് എന്താണ് പഠിക്കാനുള്ളത്, എന്താണ് അറിയാനുള്ളതെന്നാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഭാഷ തന്നെ, ആ ശബ്ദം തന്നെ ചില കലർത്തിയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടക്കുക, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇന്ന് മരിച്ചാൽ ഇന്ന് വൈകുന്നേരം വരെ ബാക്കിയാകുമെന്ന് എനിക്കോ നിങ്ങൾക്കോ യാതൊരു ഉറപ്പുമില്ല. മരണം നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാതിനേക്കാൾ നമ്മൾ അടുത്തതാണ്. ഉറപ്പിച്ചുകൊള്ളുക. എല്ലാവർക്കും മരണം രുചിച്ച് ഈ ദുനിയാവിനോട് വിടവാസലുണ്ട്. ഇന്ന് നമ്മൾ മരിച്ചാൽ ഖബറിൽ നമ്മൾ നേരിടുന്ന 3 ചോദ്യങ്ങളുണ്ട്. മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക. അല്ലാഹുവിനെ കുറിച്ച് നിനക്കെന്തറിയാം? റബ്ബി അല്ലാഹ് എന്ന് കാലപാഠം പഠിച്ചാൽ മലക്കളുടെ ചോദ്യത്തിനോട് ഉത്തരം പറയാമെന്നാണോ നിന്റെ വ്യാമോഹം? സാധിക്കില്ല സുഹൃത്തെ, സാധിക്കില്ല സഹോദര. നിന്റെ റബ്ബിനെ മറ്റാരെക്കാളും നീ ഇഷ്ടപ്പെടുന്നതുവരെ, ഭയക്കുന്നതുവരെ, സ്നേഹിക്കുന്നതുവരെ, പ്രതീക്ഷ അർപ്പിക്കുന്നതുവരെ, ആരെക്കാളും ഇതിനേക്കാളും നിന്റെ ഹൃദയത്തിൽ റബ്ബ് സ്ഥാനം പിടിക്കുന്നതുവരെ, അതിനെന്ത് വേണം? നിന്റെ റബ്ബിനെ കുറിച്ച് ആരെക്കാളും എന്തിനേക്കാളും നീ പഠിക്കണം, അറിയണം. എവിടെയാണ് ആ രംഗത്തിന്റെ അവസ്ഥ? നിന്റെ റസൂൽ ആരെക്കാളും എന്തിനേക്കാളും മാതൃകായോഗ്യനായി നിന്റെ ശ്വാസോച്ഛ്വാസങ്ങളിൽ അവിടുത്തെ ഒപ്പിയെടുക്കുന്നവരായി നിന്റെ റസൂലിനെ നീ പകർന്നെടുക്കണം, വായിച്ചെടുക്കണം. നീ എന്താണ് പഠിച്ചത്? അല്ലാഹുവിന്റെ ദീൻ നിന്റെ ഓരോ നിമിഷങ്ങളിലും, നിന്റെ ഓരോ സെക്കൻഡുകളിലും നിന്റെ സ്വാധീനം ചെലുത്തുന്നു. നീ ഒരു മുസ്ലിമാണെങ്കിൽ എന്തു നീ പഠിച്ചു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ, നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين.